സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരാളെ മനസ്സു തുറന്നു സ്നേഹിച്ചു, ഒട്ടും സംശയിക്കാതെ വിശ്വസിച്ചു, നിങ്ങൾക്കുള്ളതെല്ലാം കൊടുത്തു. പക്ഷേ ആ മനുഷ്യൻ നിങ്ങളോട് തെറ്റ് ചെയ്തു, നിങ്ങളെ വേദനിപ്പിച്ചു, ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ചു, അപമാനിച്ചു, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള നേരത്ത് പുറകിൽ നിന്ന് കുത്തി. ആ നേരത്ത് ഒരു ചോദ്യം ഉള്ളിൽ നിന്നുയർന്നു കാണും: ഇവർക്ക് ഇതിന്റെ ഒരു ഫലവുമില്ലേ? ഈ ലോകത്ത് നീതി എന്നൊന്ന് ഉണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം നൽകാനാണ് ഞാൻ ഇന്നിവിടെയുള്ളത്. കാരണം ഇതേ ചോദ്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആചാര്യ ചാണക്യൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട് വിസ്ഡമിലേക്ക് സ്വാഗതം. ഈ ഭൂമിയിൽ ആരും ചെയ്ത കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കാലം എല്ലാറ്റിനും കണക്ക് തീർക്കും. സുഹൃത്തുക്കളെ, കർമ്മ എന്ന് കേൾക്കുമ്പോൾ പലരും ഒരു കാര്യം തെറ്റിദ്ധരിക്കാറുണ്ട്. ഉടൻ തന്നെ ആർക്കെങ്കിലും ശിക്ഷ കിട്ടും എന്നല്ല കർമ്മയുടെ അർത്ഥം. കർമ്മ ഒരു പ്രകൃതി നിയമമാണ്. ന്യൂട്ടണിന്റെ മൂന്നാം നിയമം ഓർമ്മയുണ്ടോ? എല്ലാ ആക്ഷനും തുല്യമായ ഒരു റിയാക്ഷനുണ്ട്. കർമ്മയും അങ്ങനെ തന്നെ. ഒരു കർഷകൻ ഇന്ന് വിത്ത് വിതച്ചാൽ നാളെ രാവിലെ ഫലം കിട്ടില്ല. കൃത്യമായ സമയം കാത്തിരിക്കണം. അതുപോലെ ഒരാൾ ചെയ്ത തിമയ്ക്ക് ഉടൻ ഫലം കിട്ടണമെന്നില്ല. പക്ഷേ ആ ഫലം ഒരിക്കലും ഇല്ലാതാകില്ല. ചാണക്യൻ പറഞ്ഞു, ഒരു പാമ്പ് വിഷം കൊടുത്ത് കടിക്കുന്നു. കാലം ഒരു നിശബ്ദ പാമ്പാണ്. അത് കടിക്കുന്നത് നിങ്ങൾ അറിയില്ല, പക്ഷേ വിഷം ഉള്ളിൽ ചെല്ലും. ഇതിന്റെ അർത്ഥം ലളിതമാണ്. തെറ്റ് ചെയ്തവർ ഒരു ദിവസം ആ തെറ്റിന്റെ ഭാരം വഹിക്കും. ഒരുപക്ഷേ നിങ്ങളത് കാണില്ല, ഒരുപക്ഷേ വളരെ കാലം കഴിഞ്ഞാകും. പക്ഷേ അത് ഒഴിവാകില്ല. സത്യം ഒന്ന്: തെറ്റ് ചെയ്തവർ സ്വയം ശിക്ഷിക്കപ്പെടും. നിങ്ങളോട് ദ്രോഹം ചെയ്ത ആ മനുഷ്യൻ ഒരു ദിവസം ഉറക്കം വരാത്ത രാത്രികളിൽ ഒറ്റയ്ക്ക് കിടക്കും. കാരണം ഒരു മനുഷ്യന്റെ ഉള്ളിലെ മനസ്സ് ഒരിക്കലും ചെയ്ത തിന്മ മറക്കില്ല. അതുള്ളിൽ ഒരു ചെറിയ തീ പോലെ കത്തിക്കൊണ്ടിരിക്കും. ചിലർ ആ തീ കെടുത്താൻ ബഹളത്തിലൊളിക്കും, പുതിയ ആളുകളിൽ ഡിസ്ട്രാക്ഷൻ തേടും. പക്ഷേ ആ ഒറ്റപ്പെടലിന്റെ നിമിഷത്തിൽ, ആ നിശബ്ദ രാത്രിയിൽ, ആ കുറ്റബോധം അവരെ ഉണർത്തും. ചാണക്യൻ പറഞ്ഞു, ഒരു ദുഷ്ടൻ ഒരു ദിനം ആനന്ദിക്കാം, ഒരാഴ്ച ആനന്ദിക്കാം, പക്ഷേ ദീർഘകാലം ഒരിക്കലും സുഖമായി ജീവിക്കില്ല. ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങളോട് ക്രൂരമായി പെരുമാറിയ ആ ആളുകൾ ഇന്ന് ഉള്ളിൽ ശരിക്കും സന്തോഷമുള്ളവരാണോ? ആ കണ്ണുകൾ ശ്രദ്ധിക്കൂ. ആ ചിരിക്കുള്ളിൽ ഒരു ശൂന്യതയുണ്ടോ? അതാണ് കർമ്മ ആദ്യം ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് ശിക്ഷിക്കും. സത്യം 2: ജീവിതം അവർക്ക് കണ്ണാടി കാണിക്കും. ജീവിതം ഒരു വലിയ വൃത്തം പോലെയാണ്. ആ വൃത്തം ഒരിക്കലും തുറന്നു കിടക്കില്ല. അത് ഒരു ദിവസം അടയും. നിങ്ങളോട് ചെയ്തത് ജീവിതം അവർക്ക് തന്നെ ഒരു വ്യത്യസ്ത രൂപത്തിൽ തിരിച്ചു കൊടുക്കും. ഒരുപക്ഷെ അത് ഒരു റിലേഷൻഷിപ്പിലാകാം, ഒരുപക്ഷെ കരിയറിലാകാം, ഒരുപക്ഷെ ഹെൽത്തിലാകാം. ഏത് രൂപത്തിലായാലും ആ സർക്കിൾ തുറന്നു കിടക്കില്ല. സത്യം 3: നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് തന്നെ തിരിച്ചുവരും. ഇതാണ് കർമ്മയുടെ ഏറ്റവും സുന്ദരമായ ഭാഗം. കർമ്മശിക്ഷ മാത്രമല്ല, പ്രതിഫലവുമാണ്. നിങ്ങൾ ആ വേദനയിലും ആ കണ്ണീരിലും ഒരു നല്ല മനുഷ്യനായി ജീവിച്ചു. ആരെയും ശപിക്കാതെ, ആരോടും പ്രതികാരം ചെയ്യാതെ, ക്ഷമയോടെ മുന്നോട്ട് നടന്നു. ആ ക്ഷമ, ആ നന്മ, അത് ഒരിക്കലും വ്യർത്ഥമാകില്ല. ചാണക്യൻ പറഞ്ഞു, ഒരു നല്ല മനുഷ്യൻ ചെയ്യുന്ന ഓരോ നല്ല കർമ്മവും ഒരു വിത്താണ്. കാലം ആ വിത്ത് ഒരു വൃക്ഷമാക്കും. ജീവിതം ഒരു ദിവസം ആ നന്മ പല മടങ്ങ് തിരിച്ചു കൊടുക്കും. ശരിയായ ആളുകൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ശരിയായ അവസരങ്ങൾ വരും. കാരണം ആ ചൂഷണത്തിനിടയിലും നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കളഞ്ഞില്ല. സുഹൃത്തുക്കളെ, ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം. ചാണക്യൻ കർമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു: തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കർമ്മ ഏൽക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കൂ. ഇതിന്റെ അർത്ഥം പ്രതികാരം ആഗ്രഹിക്കരുത്. പ്രതികാരം ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ആ ആളുടെ ഓർമ്മക്ക് ഊർജം കൊടുക്കുകയാണ്. ആ ആളോ, അവർ ഒരുപക്ഷേ നിങ്ങളെ ഓർക്കുന്നേയില്ല. നിങ്ങൾ ആ ഓർമ്മ ഒരു ഭാരമായി ചുമക്കുന്നു. അവർ ഫ്രീ ആയി നടക്കുന്നു. ഇത് ഫെയർ അല്ല, അല്ലേ? അതുകൊണ്ട് ചാണക്യൻ പറഞ്ഞ വഴി ഇതാണ്: ആദ്യം ആ വേദന നിങ്ങളുടെ ഫ്യൂവലാക്കൂ. ആ അപമാനം ഓർക്കൂ, ആ ഉപേക്ഷ ഓർക്കൂ. പക്ഷേ ദേഷ്യത്തോടെയല്ല, ദൃഢനിശ്ചയത്തോടെ. രണ്ടാമത്, നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധ കൊടുക്കൂ. ഓരോ ദിവസവും ഒരുപടി മുന്നോട്ട് നടക്കൂ. ഒരു സ്കിൽ പഠിക്കൂ, ഒരു ബുക്ക് വായിക്കൂ, ഒരു നല്ല ശീലമുണ്ടാക്കൂ. മൂന്നാമത്, ക്ഷമ കൊടുക്കൂ. ഇത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. ക്ഷമ നിങ്ങളെ ആ ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കും. ചാണക്യൻ പറഞ്ഞു, ഒരു ശത്രുവിനോടുള്ള ഏറ്റവും വലിയ വിജയം അവരില്ലാതെ നിങ്ങളൊരു മഹത്തായ ജീവിതം ജീവിക്കുക എന്നതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ വേദനയിലാണ്. ഒരുപക്ഷെ ആ ചോദ്യം ഇപ്പോഴും ഉള്ളിലുണ്ട്: ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഉത്തരം ഒന്ന് മാത്രം: ഒന്നും ചെയ്തില്ല. ചിലർ നല്ലവരോട് തെറ്റ് ചെയ്യും,
ചിലർ വിശ്വസ്തരെ ഉപേക്ഷിക്കും. ചിലർ നിങ്ങളുടെ നന്മയെ ദൗർബല്യമായി കാണും. ഇത് അവരുടെ കുഴപ്പം, നിങ്ങളുടേതല്ല. പക്ഷെ ഒരു കാര്യമോർക്കൂ, ഈ ലോകം കണ്ണില്ലാതെ നടക്കുന്നില്ല. ഒരു കോസ്മിക് ബാലൻസ് ഉണ്ട്. ചാണക്യൻ ആ ബാലൻസിനെയാണ് കർമ്മ എന്ന് വിളിച്ചത്. നിങ്ങളൊന്ന് ചെയ്താൽ മതി, നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കൂ. കർമ്മ ബാക്കി ജോലി ചെയ്തോളും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. ഇതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വന്നോ? അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഒരുപക്ഷേ ഇന്ന് ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സീക്രട്ട് വിസ്ഡമിൽ ഇനിയും ഇതുപോലെയുള്ള ജ്ഞാനം കേൾക്കൂ. ഓർക്കൂ, നിങ്ങൾ ഒറ്റക്കല്ല. ജീവിതം നിങ്ങൾക്കൊപ്പമുണ്ട്.